ഹലോ, നീഡിൽ മന്ദിരത്തിലേക്ക് സ്വാഗതം. സിമ്പിളായിട്ട് ഒരു പ്ലീറ്റഡ് സ്ലീവ് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹാഫ് സ്ലീവിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യാൻ മടക്കുന്ന പോലെ തന്നെ തുണി നാലായിട്ട് മടക്കിയിടുക. ഈ മടക്ക് വരുന്ന ഭാഗം ഷോൾഡറിൻ്റെ മേലെ ഭാഗത്ത് വരുന്ന വിധത്തിൽ നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഈ സ്ലീവിൻ്റെ അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്നതൊന്ന് പെട്ടെന്ന് പറഞ്ഞോ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് ഇവിടുന്ന് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യണം. ഇനി ക്യാപ്പ് ഹൈറ്റിൽ നിന്ന് താഴോട്ട് ഒരു ബൈസെപ്സ് ലൈൻ വരയ്ക്കുക. ആം ഹോൾ ക്രോസ് ആയിട്ട് അളന്ന് നോക്കാം. ആ അളവ് ഇവിടെ ബൈസെപ്സ് ലൈനിൽ കൊടുക്കാം. സ്ലീവ് ഓപ്പണിങ് എത്രയാന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. ഈ ബൈസെപ്സിന് ക്രോസ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. അവിടുന്ന് പുറത്തോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ അതിലൂടെ നമുക്കിനി ബാക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് സ്ലീവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം ബാക്ക് സ്ലീവിലൂടെ കട്ട് ചെയ്യാം. ഇനി സ്ലീവിൻ്റെ ഫ്രണ്ട് സൈഡ് ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഈ പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അതേ കളറിലുള്ള സ്ലീവിൻ്റെ അതേ കളറിലുള്ള ഒരു ഷിഫോൺ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. നീളം നമുക്ക് നല്ല നീളത്തിൽ തന്നെ എടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്നുണ്ട് നമുക്ക് നല്ല നീളം വേണം. ഇതുപോലെ 2 പീസ് ലൈനിങ് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് വീതിക്ക് എടുക്കുക. നീളം സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗത്തിൻ്റെ നീളത്തിന് അത്ര അനുസരിച്ചിട്ട് നീളം എടുക്കാം. ഇനി പ്ലീറ്റ്സ് ഇടാം. തുണി ആദ്യം 2ആയിട്ട് ഇതുപോലെ മടക്കുക. ആദ്യം ഒന്ന് റഫായിട്ട് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ പ്ലീറ്റ്സിൻ്റെ വീതി എത്ര വേണമെന്നനുസരിച്ചിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇത് സ്ലീവിൻ്റെ നല്ല ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി ലൈനിങ് പീസ് 2ആയിട്ട് മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിന് പ്ലീറ്റ്സിൻ്റെ മേലെ ഇതുപോലെ വെക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ലാസ്റ്റ് ഇത് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.